അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ സംബന്ധിച്ച അന്വേഷണത്തെപ്പറ്റി അറിവില്ലെന്ന് വിവരാവകാശ രേഖ. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ച് 4 മാസത്തിന് ശേഷം എന്തായി എന്ന് വിവരാവകാശ നിയമം വഴി അന്വേഷിച്ച ചില മാധ്യമങ്ങൾക്കാണ് ഇത്തരം ഒരു അന്വേഷണത്തെപ്പറ്റി ഒരറിവും ഇല്ലെന്ന മറുപടി പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ചത്. എന്നാൽ അന്വേഷണം പൂർത്തിയായെന്നാണ് ADGP അറിയിച്ചിരിക്കുന്നത്. മുൻ കമ്മീഷണർ അങ്കിത് അശോകിന്റെ മൊഴി കഴിഞ്ഞ ദിവസം വീണ്ടും രേഖപ്പെടുത്തിയെന്നും ചെന്നൈയിൽ നിന്നും മുഖ്യമന്ത്രി തിരിച്ചെത്തിയാൽ റിപ്പോർട്ട് നൽകുമെന്നുമാണ് ADGP അജിത് കുമാർ പ്രതികരിച്ചത്. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ച് 4 മാസത്തിന് ശേഷവും അന്വേഷണമില്ലെന്ന മറുപടി ഞെട്ടിക്കുന്നതാണെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. പൂരം കലക്കിയത് യാദൃശ്ചികമെന്ന് പറയാനാവില്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആസൂത്രിത ഗൂഢാലോചന നടന്നുവെന്നും അദ്ദേഹം ആവർത്തിച്ചു. പൂരം കലക്കിയതിനു പിന്നിൽ ആരൊക്കെയെന്നറിയാൻ ചീഫ് സെക്രട്ടറിക്കും DGPക്കും വിവരാവകാശ അപേക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള മറുപടിയുമില്ലാതെ നീട്ടിക്കൊണ്ടുപോകാനാണെങ്കിൽ തനിക്കറിയുന്ന കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുമെന്നും സുനിൽകുമാർ പറഞ്ഞു. എന്നാൽ എന്താണ് ഇങ്ങനെ റിപ്പോർട്ട് വന്നതെന്നതിൽ വ്യക്തതയില്ലെന്ന് റവന്യൂ മന്ത്രിയും CPI നേതാവുമായ K രാജൻ പറഞ്ഞു. ഇതേക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം മറുപടി നൽകാമെന്നും അദ്ദേഹം വിശദീകരിച്ചു. പൂരം കലക്കിയത് മുഖ്യമന്ത്രിയെന്ന് വിവരാവകാശ രേഖ തെളിയിക്കുന്നുവെന്ന് K മുരളീധരൻ. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണ് പൂരം കലക്കിയത്. പൂരം കലക്കിയ ആളെ തന്നെ അന്വേഷണം ഏൽപ്പിച്ചെന്നും ADGPയെ തൊട്ടാൽ മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുണ്ടെന്നും K മുരളീധരൻ പറഞ്ഞു. അന്തർദേശീയ ഗൂഢാലോചനയാണ് പൂരം കലക്കലിന് പിന്നിലെന്ന് പാറമേക്കാവ് ദേവസ്വം ആരോപിച്ചു. തൃശൂർ പൂരം കലക്കൽ CBI അന്വേഷിക്കണം. ആനയുമായി ബന്ധപ്പെട്ട കർശന നിയമങ്ങൾക്ക് പിന്നിൽ ഗൂഢസംഘമുണ്ട്. പൂരം വെടിക്കെട്ടും എഴുന്നള്ളിപ്പും മുടക്കാൻ രാജ്യാന്തര ഗൂഢാലോചന നടന്നുവെന്നും വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നും രാത്രി എഴുന്നള്ളിപ്പുകളിൽ പോലീസ് തടസ്സമുണ്ടാക്കിയെന്നും ദേവസ്വം സെക്രട്ടറി വ്യക്തമാക്കി. തൃശൂർ പൂരം വിവാദത്തെപ്പറ്റി അഭിപ്രായം പറയേണ്ടത് തൃശൂർ ജില്ലാ കമ്മിറ്റിയാണെന്ന് CPI നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു. പൂരം അലങ്കോലമായതിനെപ്പറ്റി CPI സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്യുകയോ തീരുമാനം അറിയിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൂരം അലങ്കോലമായത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന് പാർട്ടി വിലയിരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPIയുടെ എല്ലാ ആരോപണങ്ങളോടും മറുപടി പറയേണ്ട ബാധ്യത തനിക്കില്ലെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. ADGP MR അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റുന്നത് സംബന്ധിച്ച സർക്കാർ ന്യായീകരണം എന്തുകൊണ്ട് CPIക്ക് ബോധ്യപ്പെടുന്നില്ലെന്ന് CPIയോട് തന്നെ ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നാലേ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിഷയത്തിൽ വ്യക്തത വരൂ എന്നും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനം ഗവൺമെന്റ് എടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നടിയെ ആക്രമിച്ച കേസിൽ 1-ാം പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചത് കർശന ഉപാധികളോടെ. അനുവാദമില്ലാതെ എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ട് പോകരുതെന്നും മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂവെന്നും ആ നമ്പർ കോടതിയെ അറിയിക്കണമെന്നും സാക്ഷികളുമായോ മറ്റു പ്രതികളുമായോ സംസാരിക്കരുതെന്നും ജാമ്യവ്യവസ്ഥയിലുണ്ട്. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനി പുറത്തിറങ്ങുന്നത്. പ്രതിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ വിചാരണ കോടതിയാണ് പൾസർ സുനിയുടെ ജാമ്യവ്യവസ്ഥകൾ നിശ്ചയിച്ചത്. ഈ ഓണം 100ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിന്മേൽ
SIT നടത്തുന്ന അന്വേഷണത്തിന് സമാന്തരമായി നിയമപരമല്ലാത്ത അന്വേഷണം നടക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി PV അൻവർ MLA. തനിക്ക് ലഭിച്ച തെളിവുകൾ എവിടെ നിന്ന് കിട്ടിയെന്ന് കണ്ടെത്താനാണ് സമാന്തര അന്വേഷണം നടത്തുന്നതെന്നും പോലീസിന്റെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് അജിത് കുമാറാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്നും അൻവർ ആരോപിച്ചു. സർക്കാരും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും പോലീസ് ചട്ടങ്ങളും ഒന്നും തന്നെ തനിക്ക് ബാധകമല്ലെന്ന് അജിത് കുമാർ തെളിയിക്കുകയാണെന്നും ഈ ചട്ടലംഘനം മാത്രം മതി ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനെന്നും അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിയാണ് അജിത്തിനെതിരായ അന്വേഷണം വൈകിപ്പിക്കുന്നതിന് കാരണക്കാരൻ എന്ന ചർച്ച ഉണ്ടാക്കിയെടുക്കാൻ P. ശശി കൂട്ടുനിന്നുവെന്നും പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും അൻവർ ആരോപണമുന്നയിച്ചു. പ്രതിമാസ വൈദ്യുതി ബിൽ ഉടൻ നടപ്പാക്കുമെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. ഇക്കാര്യം റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പുതിയ രീതി നടപ്പാക്കുന്നതെന്നും ആദ്യഘട്ടത്തിൽ വൻകിട ഉപഭോക്താക്കളിലായിരിക്കും പുതിയ രീതി നടപ്പാക്കുകയെന്നും വിജയിച്ചാൽ സമ്പൂർണമായും പ്രതിമാസ ബില്ലിലേക്ക് മാറുമെന്നും മന്ത്രി അറിയിച്ചു. NCP നേതാവ് AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്തുനിന്ന് മാറ്റുമോ എന്ന കാര്യത്തിൽ നിർണായക തീരുമാനം ഇന്നുണ്ടായേക്കും. പാർട്ടി അധ്യക്ഷൻ ശരത് പവാർ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി മുംബൈയിൽ ചർച്ച തുടങ്ങി. മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നാൽ പാർട്ടി പ്രസിഡന്റാക്കണമെന്നാണ് AK ശശീന്ദ്രന്റെ ആവശ്യം. എന്നാൽ മന്ത്രി മാറുന്നത് ഇടതുമുന്നണിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ലെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. തൃശൂർ ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ റോഡ് കോൺക്രീറ്റ് പണി നടത്തുന്നതിന് ഏകപക്ഷീയമായി റോഡുകൾ അടച്ചുകെട്ടിയതുമൂലം സർവീസ് നടത്താൻ പറ്റാത്ത സാഹചര്യമാണെന്നാണ് പരാതി. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനും മറ്റ് 2 പേർക്കും വേണ്ടി ഡ്രെഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അധികൃതരുടെ നിർദ്ദേശം കിട്ടിയാലുടൻ തുടങ്ങും. ദിവസവും രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെയാകും ഡ്രെഡ്ജിംഗ്. 3 ദിവസത്തെ കരാറാണ് ഇപ്പോഴുള്ളതെന്ന് ഡ്രെഡ്ജർ കമ്പനിയുടെ MD വ്യക്തമാക്കി. തൊഴിൽ സമ്മർദ്ദം കാരണം ജോലി ഉപേക്ഷിക്കാനോ നാട്ടിലേക്ക് സ്ഥലം മാറ്റം വാങ്ങാനോ അന്ന സെബാസ്റ്റ്യൻ ആലോചിച്ചിരുന്നതായി സുഹൃത്ത് ആൻമേരി. മരിക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് വിളിച്ച് സംസാരിച്ചപ്പോഴും ജോലിയിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് തന്നോട് പറഞ്ഞിരുന്നതെന്നും ആൻമേരി കൂട്ടിച്ചേർത്തു. തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് യുവ ചാർട്ടേഡ് അക്കൌണ്ടന്റ് മരിച്ച സംഭവത്തിൽ EY കമ്പനിയെ പ്രതിരോധത്തിലാക്കി സ്ഥാപന ജീവനക്കാരിയുടെ ഇമെയിൽ. കമ്പനിയിലെ ജീവനക്കാരി നസീറ കാസി കമ്പനി ചെയർമാൻ അയച്ച ഇമെയിലാണ് പുറത്തായത്. തൊഴിൽ സമ്മർദ്ദം EYയിൽ നിരന്തര സംഭവമാണെന്ന് ജീവനക്കാരിയുടെ ഇമെയിലുണ്ട്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയായ വീട്ടമ്മയെ കാർ കയറ്റി കൊന്ന സംഭവത്തിൽ 1-ാം പ്രതി കരുനാഗപ്പള്ളി സ്വദേശി അജ്മൽ, 2-ാം പ്രതി നെയ്യാറ്റിൻകര സ്വദേശി ഡോക്ടർ ശ്രീകുട്ടി എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ഞായറാഴ്ച വരെ കസ്റ്റഡിയിൽ തുടരുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. ചോദ്യം ചെയ്ത സമയത്ത് പ്രതികൾ ലഹരിക്ക് അടിമകളായിരുന്നു എന്നും ഇരുവരും MDMA ആണ് ഉപയോഗിച്ചതെന്നുമാണ് പോലീസ് വാദം. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10-ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ, 2-ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. സുപ്രീം കോടതിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു. സുപ്രീം കോടതി നടപടികൾ തത്സമയം സ്ട്രീം ചെയ്തിരുന്ന യൂട്യൂബ് ചാനലാണിത്. അക്കൌണ്ടിന്റെ പേര് മാറ്റി അമേരിക്കൻ കമ്പനിയായ റിപ്പിളിന്റെ പേരാണ് ഹാക്കർമാർ നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതി നടപടികൾ സംബന്ധിച്ച് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകളൊന്നും യൂട്യൂബ് അക്കൌണ്ടിൽ ഇപ്പോൾ കാണാനില്ല. പകരം US ആസ്ഥാനമായുള്ള റിപ്പിളിന്റെ ക്രിപ്റ്റോ കറൻസി പ്രൊമോഷൻ വീഡിയോകളാണ് സുപ്രീം കോടതിയുടെ യൂട്യൂബ് അക്കൌണ്ടിൽ ഹാക്കർമാർ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസിന്റെ വോട്ടുകൾ പൂർണ്ണമായും കിട്ടിയിട്ടില്ലെന്ന് AICC ജനറൽ സെക്രട്ടറിയും സ്ഥാനാർത്ഥിയുമായ ഗുലാം അഹമ്മദ് മീർ പ്രതികരിച്ചു. ഒരു വിഭാഗം നാഷണൽ കോൺഫറൻസ് പ്രവർത്തകർ വോട്ട് ചെയ്തിട്ടില്ലെന്ന് വ്യക്തിപരമായി ബോധ്യപ്പെട്ടുവെന്ന് ഗുലാം അഹമ്മദ് മീർ പറയുന്നു. ബാംഗ്ലൂരുവിൽ മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന ഗോരിപാല്യ എന്ന പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച കർണാടക ഹൈക്കോടതി ജഡ്ജിയുടെ നടപടിയിൽ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് റിപ്പോർട്ട് തേടി. കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് വേദവ്യാസാചാർ ശ്രീശാനന്ദ ആണ് വിവാദ പരാമർശം നടത്തിയത്.
ജസ്റ്റിസ് നടത്തിയ പരാമർശങ്ങളിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത് റിപ്പോർട്ട് തേടിയത്. സൗദി അറേബ്യയുടെ ദേശീയ ദിനാഘോഷം പ്രമാണിച്ച് രാജ്യത്തെ 17 നഗരങ്ങളിൽ വ്യോമസേനയുടെ എയർ ഷോ അരങ്ങേറും. 94ാം ദേശീയ ദിനം ഈ മാസം 23-ന് ആഘോഷിക്കാൻ വിപുലവും വർണ്ണശബളവുമായ ഒരുക്കമാണ് ഇത്തവണയും സൗദി പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ പരിപാടികളും പ്രവർത്തനങ്ങളുമായി വ്യോമസേന രംഗത്തുണ്ടാവും. വായനക്കാരെ ഏറ്റവും സ്വാധീനിക്കുന്ന സാഹിത്യകൃതികൾക്കുള്ള ഗോൾഡൻ പെൻ അവാർഡിനായി അറബി ഭാഷ സംസാരിക്കുന്ന എഴുത്തുകാരിൽ നിന്ന് സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി അപേക്ഷകൾ ക്ഷണിച്ചു. പുരസ്കാരം നേടുന്ന കൃതികൾ GEA സിനിമകളാക്കുമെന്ന് ചെയർമാൻ തുർക്കി ബിൻ അബ്ദുൽ മുഹ്സിൻ അൽ ഷെയ്ഖ് അറിയിച്ചു. ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ അന്വേഷണം നോർവേ പൌരത്വമുള്ള മലയാളി റിൻസൺ ജോണിന്റെ കമ്പനിയിലേക്ക്. സ്ഫോടനവുമായി ഇയാൾക്ക് നേരിട്ട് ബന്ധമുള്ളതായി തെളിവില്ലെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പേജറുകൾ വാങ്ങാനുള്ള സാമ്പത്തിക ഇടപാടിൽ ഇയാളുടെ കമ്പനി ഉൾപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. തെക്കൻ ലെബനനിൽ 100 കണക്കിന് റോക്കറ്റ് ലോഞ്ചർ ബാരലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ആക്രമണം യുദ്ധപ്രഖ്യാപനമെന്ന് ഹിസ്ബുല്ല മേധാവി ഹസൻ നസ്രല്ല മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രശ്നത്തിന് നയതന്ത്രപരമായ പരിഹാരം വേണമെന്ന് US വ്യക്തമാക്കി. ഇസ്രായേലും ഹിസ്ബുല്ലയും അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ബ്രിട്ടൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയ്ക്കെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിന് തകർച്ച. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ബംഗ്ലാദേശ് 130-ന് 8 എന്ന നിലയിലാണ്. നേരത്തെ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് 376-ന് അവസാനിച്ചിരുന്നു. 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 എന്ന നിലയിൽ 2ാം ദിനം കളി ആരംഭിച്ച ഇന്ത്യയ്ക്ക് 37 റൺസ് മാത്രമേ കൂട്ടിച്ചേർക്കാനായുള്ളൂ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.